പോയിന്റ് വിഷ്ണു സുരേഷ്. അവിടുത്തെ കാര്യങ്ങൾ അറിയാം. വിഷ്ണു സുരേഷ്, ഹലോ അഭിലാഷ്. അഭിലാഷ് തൊഴിലും കൂടെ നമ്മുടെ ക്യാമറമാൻ. ഇദ്ദേഹത്തിനെ കുറച്ചു കാലമായിട്ട് കാണാനില്ലായിരുന്നു. കല്യാണം കഴിക്കാൻ പോയിരുന്നു അല്ലല്ലേ? ഓക്കെ. അഭിലാഷ് തൊഴിലും കൂടെ നമ്മുടെ ഫിനിഷിംഗ് പോയിന്റില് നമ്മുടെ വിഷ്ണു സുരേഷ് ഉണ്ട്. വിഷ്ണു, ഹായ് വിഷ്ണു, കാര്യങ്ങൾ പറയൂ. 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 ഇനി ആവേശത്തിലേക്ക് പുന്നമട എത്തുകയാണ്. ആ പുന്നമടയിൽ അല്പസമയത്തിനകം തന്നെ മാസ് ഡ്രിൽ ആരംഭിക്കും. അതിനുശേഷമായിരിക്കും ട്രാക്കിലേക്ക് വള്ളങ്ങൾ ഇവിടെ നിന്ന് പോകുക. 19 വള്ളങ്ങളാണ് ഇത്തവണ മത്സരത്തിലേക്ക് എത്തിയിരിക്കുന്നത്. അതിൽ വലിയ പ്രതീക്ഷകൾ എല്ലാ കരകൾക്കുമുണ്ട്. കുട്ടനാടിനെ സംബന്ധിച്ചിടത്തോളം വള്ളംകളി അവരുടെ അതിജീവനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടയാളമാണ്. പുരക്കുമീതെ വെള്ളമെങ്കിൽ അതിനുമീതെ വള്ളമെന്ന കുട്ടനാടൻ മോഡ് ഓഫ് അതിജീവനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിഫലനമാണ് ഓരോ വള്ളംകളിക്കാലവും സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തവണ വള്ളംകളി മാറ്റിവെക്കാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ അതിനപ്പുറത്തേക്ക് മരണമാണ് ഞങ്ങൾക്ക് നല്ലത് എന്ന് പറഞ്ഞ് പ്രതിഷേധവുമായി തെരുവിലേക്ക് ഇറങ്ങിയത്. ആ പ്രതിഷേധം ഫലം കണ്ടു. ആ പ്രതിഷേധത്തിന്റെ ഫലമാണ് ഈ സെപ്റ്റംബർ 28 തീയതി പുന്നമടയുടെ ഇരുവോരങ്ങളിലും വള്ളംകളി പ്രേമികൾ ഇങ്ങനെ തടിച്ചുകൂടാൻ പ്രധാനപ്പെട്ട കാരണം. മാസ് ഡ്രിൽ ആരംഭിച്ചിരിക്കുന്നു. 1987 മാത്രം UBC കൈനഗിരി വള്ളംകളിക്ക് സമ്മാനിച്ച അമൂല്യമായ നിധിയാണ് മാസ് ഡ്രിൽ. വള്ളങ്ങളെല്ലാം ഒരുമിച്ചിരുത്തി ഈ പ്രധാനപ്പെട്ട അതിഥികൾക്ക് അവർക്ക് ആദരമർപ്പിക്കുന്ന ചടങ്ങ് മാസ് ഡ്രിൽ 1952 നെഹ്റു വള്ളംകളിയുടെ ഒരു തുടക്കം അങ്ങനെയാണ്. ആദ്യം പ്രസിഡന്റ്സ് ട്രോഫി ആയിരുന്നു. പക്ഷേ അന്ന് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു വള്ളംകളി കാണാനെത്തുകയും വള്ളത്തിലേക്ക് ചാടിക്കയറുകയും പിന്നീട് തിരികെ ഡൽഹിയിലേക്ക് എത്തുകയും അവിടെ നിന്ന് അദ്ദേഹം കയ്യൊപ്പ് പതിച്ച വെള്ളിക്കിരീടം ഇങ്ങോട്ടേക്ക് അയച്ചു കൊടുക്കുകയും ചെയ്തതാണ് പിൽക്കാലത്ത് നെഹ്റു ട്രോഫിയായി അറിയപ്പെട്ടത്. ആ നെഹ്റു ട്രോഫി 70ാം വർഷത്തിലേക്ക് കടക്കുന്നു എന്നുള്ളതും ഏറ്റവും സന്തോഷകരമായ കാര്യമാണ്. 2020 2021 നെഹ്റു ട്രോഫി ഉണ്ടായിരുന്നില്ല. പക്ഷേ അതിന്റെ എല്ലാം ക്ഷീണം അവർ തീർക്കുകയാണ്. കാരണം ആവശ്യത്തിനുള്ള വിവരങ്ങളായിട്ടുണ്ട്. ആവശ്യത്തിനായി കുട്ടനാട്ടിൽ ഇതിക്കുള്ള എന്തിനാ നമുക്ക്. മാത്രമല്ല ലോകമെമ്പാടും വരുന്ന ആളുകൾക്ക് ഒരുപാട് വള്ളംകളി പുരാണം കേട്ട് കഴിഞ്ഞാല് അവര് ചിലപ്പോ ബോധം കെട്ടി വീഴും. വിജയകുമാർ, താങ്കളുടെ ലുക്ക് വളരെ ഗംഭീരമായിട്ടുണ്ട്. എവിടെ വീടെന്നാ പറഞ്ഞേ? ഞാൻ ഇതിന്റെ പരിസര പ്രദേശങ്ങളിലാണ്. കോട്ടയത്ത് ചങ്ങനാശ്ശേരി അല്ലേ? പക്ക ഒരു ചങ്ങനാശ്ശേരി നായര്. കല്യാണ സ്ഥലത്ത് സദ്യ ഉണ്ടാൻ വന്ന ഒരാളുടെ ലുക്കാണ് ഗംഭീരമായിട്ട്. നമ്മുടെ ഓണാഘോഷത്തിന് ഞാൻ മുഖ്യ പാചകക്കാരനായിരുന്നല്ലോ. അതിനുശേഷം ഈ ലുക്ക് ഞാൻ അങ്ങ് സ്വീകരിച്ചു. സൂപ്പർ ആയിട്ടുണ്ടല്ലോ. ഇത് ഭാര്യയൊക്കെ കണ്ട ആള് മാറിപ്പോകും. തിരിച്ചു കയറാൻ പറ്റുമോ അറിയത്തില്ല. നോക്കാം. ഈ ലുക്കിൽ തന്നെ വീട്ടിൽ കയറിയാലേ എന്തെങ്കിലും സംഭവിക്കും അല്ലേ? തുടങ്ങാൻ പോവാ. അപ്പൊ ആഷ്മി ഇവിടെ വന്നതിന് ശേഷം കാണുന്ന ഏറ്റവും മനോഹരമായ കാഴ്ച എന്താണ്? ഇവിടെ കാണുന്ന കാഴ്ചകളൊക്കെ മനോഹരം. ഇവിടെ കാണുന്ന ഓരോ ചുണ്ടനും ഓരോ ചെറിയ വള്ളവും ഓരോ മനുഷ്യരും അവരുടെ ആവേശവും ഈ പുന്നമടയുടെ ഈ ഓളപ്പരപ്പും ഇവിടെ കാണുന്ന ഒക്കെ ആവേശം ഭയങ്കര ഇഷ്ടമാണ്. മാസ്റ്റർ നയനാപമായ വർണ്ണമനോഹരമായ ഈ തുഴകൾ മുകളിലേക്ക് ഉയർത്തി തുഴ സല്യൂട്ട് നടത്തിക്കൊണ്ട് മാസ്റ്റർ അവിടെ മാസ്റ്ററിലാണ്. ഈ ആകാശച്ചെരിവിൽ കുട്ടനാട് കാണുമ്പോ, കുട്ടനാടിലെ പുന്നമടക്കായൽ കാണുമ്പോൾ എന്തൊന്നില്ലാത്തൊരു സൗന്ദര്യം നമ്മുടെ മനസ്സിലേക്ക് അലയടിച്ചു വരികയാണ് കുട്ടനാട്. ഈ പുന്നമടക്കായലിന്റെ മുഴുവൻ സൗന്ദര്യം ആവാഹിക്കുന്ന കുട്ടനാടൻ ജലമേള ഉടൻ ആരംഭിക്കാൻ സാധ്യത. എത്ര മണിക്കൂർ വേണം? കുട്ടനാടൻ നമുക്കറിയാവുന്ന പണിയെ ചെയ്യാവൂ എന്നുള്ളത് പ്രേക്ഷകർ പറയുന്നുണ്ട് അല്ലേ? അറിയാവുന്ന പണിയെ നമുക്ക് ചെയ്യാം. അതൊരു ഗംഭീര കാഴ്ച. കഴിയുമ്പോഴേക്കും ഇതുവഴി കറങ്ങി അപ്പുറത്ത് പോകുന്നു. അത് സ്റ്റാർട്ടിംഗ് പോയിന്റ്. എന്താ സമയം ഇപ്പോ 2:59. ഇനി അധികം വൈകില്ല. അല്പസമയത്ത് ഹീറ്റ്സ് മത്സരം തുടങ്ങാൻ പോകുന്നു. ഹീറ്റ്സ് മത്സരം തുടങ്ങിയ SKN ഇവിടെ പിടിച്ചാൽ പിന്നെ കിട്ടില്ല. ഈ പറയുന്ന പുന്നമട ഇങ്ങനെ ശാന്തമായി കാണുന്ന പുന്നമടയല്ല. അപ്പോ ശാന്തതയൊക്കെ മാറി ഇളകി രൗദ്രഭാവ പുന്നമടയുടെ ഓളങ്ങളെ കീറി മുറിച്ചുകൊണ്ട് നെഹ്റു ജലമാമാങ്കം. യഥാർത്ഥത്തിൽ ജവഹർലാൽ നെഹ്റു ഏറ്റവും ആകർഷിച്ച ലോകത്തിലെ 10 സംഭവങ്ങൾ എടുത്താൽ അതൊന്ന് കുട്ടനാട് വള്ളംകളി, നെഹ്റു ബോട്ട് റൈഡ്.